ലത്തീൻ സമുദായം മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും തീരമേഖലയ്ക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ തെളിവാണ് വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റെന്നും ഫിഷറീസ് മന്ത്രി അഡ്വക്കേറ്റ് വി.ഇ. അബ്ദുൾ ഗഫൂർ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ 47ാം ജനറൽ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KRLCC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ നയരൂപീകരണ ഏകോപന ഉന്നത സമിതിയായ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ 47ാമത് ജനറൽ അസംബ്ലിക്ക് ഇടക്കൊച്ചി ആൽഫ പാസ്റ്ററൽ സെന്ററിൽ തുടക്കമായി. ത്രിദിന സമ്മേളനം ഫിഷറീസ് മന്ത്രി അഡ്വക്കേറ്റ് വി.ഇ. അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ഞാൻ ഇടപെടുന്നത് ലത്തീൻ സഭയുമായിട്ടാണ്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ വിവിധ വിഷയങ്ങളിൽ അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായിക്കൊണ്ട് മുമ്പിൽ നിൽക്കുന്നതും ലത്തീൻ സഭയാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ അവിടുത്തെ അച്ഛന്മാരുമായി വികാരിമാരുമായി അതുപോലെ തന്നെ പ്രവണ വികാരികളൊക്കെയായി ഈ വിഷയങ്ങൾ സംസാരിക്കാനും ഇടപെടാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ അവസരം ലഭിക്കുകയുണ്ട്. ലത്തീൻ സമുദായം മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തീരമേഖലയ്ക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ തെളിവാണ് വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റെന്നും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളും ആനുകൂല്യങ്ങളും സർക്കാർ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഉദ്ഘാടന സമ്മേളനത്തിൽ KRLCC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ 12 രൂപതകളുണ്ട്, അതുപോലെ ധാരാളം മെത്രാന്മാരുണ്ട്, ധാരാളം മനുഷ്യരുണ്ട്. ഞങ്ങളൊക്കെ തടഞ്ഞു കളയരുതെന്ന് പ്രത്യേകമായിട്ട് അവയോട് അപേക്ഷിക്കുകയാണ്. കൊച്ചി രൂപത മെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആ വിഷമതയില് പെട്രാപ്പോടികളോടുകൂടിയുണ്ടായ ആ ഒരു പ്രതിവിധി, അതിന് പിന്നിലുള്ള ശക്തി എന്നുള്ളത് ഈ രണ്ട് പിതാക്കന്മാരുടെയും ഒരുമിച്ചുള്ള തീരുമാനങ്ങളും വൈദിക ജനങ്ങളും ഒരുമിച്ച് നിന്നതിന്റെ ഒരു പ്രതിഫലനവുമായിരുന്നു എന്നുള്ളത് അഭിമാനത്തോട് പറയുവാനുള്ള സാധിക്കും. MLA-മാരായ ദീപക് ജോയ്, മുഹമ്മദ് ഷിയാസ്, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ, സെക്രട്ടറി മെറ്റിൽഡ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. അതൊക്കെ കാണാനും അതിൽ സഭയുടെ വിശിഷ്ടരായിട്ടുള്ള ശ്രേഷ്ഠരുമായി പിതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്യാൻ, അതുമായ കൂട്ടങ്ങളുമായി ചർച്ച ചെയ്യാൻ, അതിൽ തീരുമാനമെടുക്കുന്ന തലങ്ങളിൽ നിയമസഭയുടെ ഘട്ടം പുറത്തുമൊക്കെ തീരുമാനമെടുപ്പിക്കാനും ഒക്കെ ഞങ്ങൾ മന്ത്രി ഉൾപ്പെടെയുള്ള ബഹുമാനരായ MLA-മാർ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുന്നു. അധികാരത്തിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി ആദ്യമായി അവതരിപ്പിച്ച ബജറ്റിൽ തന്നെ മത്സ്യബന്ധന മേഖലയും തീരമേഖലയും തീരം സംരക്ഷിച്ചുകൊണ്ട് വികസനം മുന്നോട്ട് പോകണമെന്നുള്ള വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് മുഖ്യമന്ത്രി നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത്. ജൂബിലി നിറവിൽ നവീകരണവും മുന്നേറ്റവും എന്ന വിഷയത്തിൽ പ്രൊഫസർ ഡോക്ടർ ബിജു ടെറൻസ് മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ മോഡറേറ്ററായിരുന്നു. ദശവത്സര അജപാലന രേഖ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ KRLCC ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ നയിച്ചു. ലത്തീൻ കത്തോലിക്കർ നിജസ്ഥിതിയും മുന്നേറ്റ സാധ്യതകളും എന്ന വിഷയത്തിൽ ഡോക്ടർ ജസ്റ്റിൻ ജോർജ് അവതരണം നടത്തി. ജോയ് TF മോഡറേറ്ററായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ അസംബ്ലിയെ അഭിസംബോധന ചെയ്തു. വാഴ്ത്തപ്പെട്ട മദർ ഏലീശോയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ചവിട്ട് നാടകവും സമ്മേളനത്തോടനുബന്ധിച്ച് അരങ്ങേറി. ശനിയാഴ്ച ഗ്രൂപ്പ് ചർച്ചകളുടെ റിപ്പോർട്ടുകളും വിവിധ ശുശ്രൂഷ സമിതികളുടെ പ്രവർത്തന അവലോകനവും നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ച രൂപത രാഷ്ട്രീയകാര്യ സമിതികളുടെ റിപ്പോർട്ടുകളും സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതിയുടെ റിപ്പോർട്ടും അവതരിപ്പിക്കും. കേരളത്തിലെ 12 ലത്തീൻ കത്തോലിക്ക രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായ അതിനിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ
പുത്തൻ തുടക്കങ്ങൾ കുറിച്ചുകൊണ്ട് തന്നെ കേരളീയ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്താൻ നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആതുര ശുശ്രൂഷ മേഖലയിലാണെങ്കിലും അച്ചടീയ മേഖലയിലാണെങ്കിലും പത്രപ്രവർത്തനത്തിന്റെ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലകളിലും നമ്മുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. +2 ITM കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.